أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ആറാമത്തെ ജുസ് ലാ യുഹിബ്ബുല്ലാഹുൽ ജഹറ ബിസ്സൂഇ മിനൽ ഖൗലി ഇല്ലാ മൻ ളുലിം വകാന അല്ലാഹു സമീഅൻ അലീമ. സൂറത്ത് നിസാഇൻ്റെ ശേഷിക്കുന്ന കുറച്ച് ഭാഗമാണ് ഈ ജുസുവിൻ്റെ തുടക്കത്തിലുള്ളത്. ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മോശത്തരത്തെ പബ്ലിക്കായി പറയുന്നതിന്, ഒരാളുടെ മോശത്തരം അത് പബ്ലിക്കായി പറയുന്നതിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ആക്രമിക്കപ്പെട്ട ആളുടെ വിഷയത്തിലാണ് എങ്കിൽ അക്രമിയുടെ മോശത്തരം അത് പറയേണ്ടതായ സാഹചര്യം വരും. അങ്ങനെയാണെങ്കിൽ അത് കുഴപ്പമില്ല, അത് പറയുന്നതിന് പ്രശ്നമില്ല എന്നുള്ളത്. എന്നാലും വിട്ടുവീഴ്ച ചെയ്യലും മാപ്പാക്കലുമാണ് ഏറ്റവും ഉത്തമമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിലൂടെ ആ വിഷയം പറയുന്നുണ്ട്. അതിനുശേഷം ജൂതന്മാരുടെ വഴികേടിനെ സംബന്ധിച്ച് അവരെന്തെല്ലാം വഴികേടുകളാണ് കാട്ടിക്കൂട്ടിയത്, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരെ അവർ പ്രവർത്തിച്ച പ്രവർത്തികൾ, അദ്ദേഹത്തെ വധിക്കാൻ തന്നെ തയ്യാറായി. അതുപോലെ തന്നെ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഞങ്ങൾക്ക് താങ്കൾ പ്രവാചകനാകൻ ആണ് എങ്കിൽ തെളിവുകൾ വേണമെന്ന് ആവശ്യപ്പെട്ടതും, എത്രത്തോളം അള്ളാഹെ കാണിച്ചു തരണം എന്നുവരെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്ന സാഹചര്യം. ഇവിടെ ഇത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാശ്വസിപ്പിക്കുകയാണ്. മക്കാ മുശ്രിക്കീങ്ങൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇങ്ങനെയുള്ള മോജിസാത്തുകൾ കാണിക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ജൂതന്മാരും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. അപ്പോൾ പറയുകയാണ്, അതിനകത്ത് വലിയ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. മൂസാ നബിയോട് പോലും ഇവരംഗീകരിച്ച ഇവരുടെ പ്രവാചകൻ, ഇവരനുയായികളായിരുന്നു ആ പ്രവാചകൻ്റെ, ഇതിനേക്കാൾ വലുതൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അടുത്തത് പറയുന്നത്. ശേഷം ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവർ ക്രൂശിച്ചു എന്നും ഞങ്ങൾ കൊന്നു എന്ന് കൃത്യമായി അവർ പറയുകയാണ്. അപ്പോൾ അള്ളാഹു അതിനെ കൃത്യമായി ഖണ്ഡിക്കുകയാണ്. വമാ ഖതലൂഹു വമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും. അവർ കൊല്ലുകയോ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ക്രൂശിക്കുകയോ ചെയ്തില്ല, മറിച്ച് അവർക്ക് സാദൃശ്യമാക്കപ്പെടുകയാണ് ചെയ്തത്. നേരത്തെ അതിനെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ചിരുന്നതാണ്. അപ്പോൾ അള്ളാഹു ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആകാശത്തിലേക്ക് ഉയർത്തിയെന്നും അള്ളാഹു അജയ്യനാണെന്നുമാണ് അടുത്ത ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ശേഷം വീണ്ടും ഇവരുടെ അക്രമങ്ങളും അതിക്രമങ്ങളും, അതിൻ്റെ പേരിൽ ഇവർക്ക് ഹലാലായ പല കാര്യങ്ങൾ അള്ളാഹു നിഷിദ്ധമാക്കിയതും, പലിശ ഇവർക്ക് ഹറാമായിരുന്നു പക്ഷേ അവർ ഭക്ഷിച്ചതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന, ജൂതന്മാരുടെ ജീവിതത്തിലുണ്ടായിരുന്ന, ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരുപാട് തെറ്റുകളെ എടുത്ത് പരിശുദ്ധ ഖുർആൻ പറയുന്നു. എന്നാൽ പോലും അവരിൽ നല്ല മുഅ്മിനീങ്ങൾ ഉണ്ടായിരുന്നു. കൂടുതൽ പേരും ഈ പറയപ്പെട്ട കുറ്റക്കാരായിരുന്നെങ്കിലും അല്പം ആൾക്കാർ മുഅ്മിനീങ്ങളും സത്യസന്ധരുമായ ആൾക്കാർ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നും പരിശുദ്ധ ഖുർആൻ ഉണർത്തുകയാണ്. അതിനുശേഷം നുബുവത്ത് എന്നതൊരു പുതിയ കാര്യമല്ല. താങ്കൾക്ക് മുമ്പ് നാം ഒരുപാട് പ്രവാചകന്മാർക്ക് നുബുവത്ത് കൊടുത്തിട്ടുണ്ട്, വഹി അറിയിച്ചിട്ടുണ്ട്. അതിലോരോ പ്രവാചകന്മാരുടെ പേരെടുത്ത് പറയുകയാണ്. ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ഇസ്ഹാഖ് നബി, യാക്കൂബ് തുടങ്ങുന്ന ഈസാ അലൈഹിസ്സലാം, അയ്യൂബ്, യൂനുസ്, ഹാറൂൻ, സുലൈമാൻ തുടങ്ങിയ പ്രവാചകന്മാരുടെ പേരുകൾ ഓരോന്നെടുത്ത് പറയുകയാണ്. ഇവർക്കെല്ലാവർക്കും നീ ഇതിൽ പറയാത്ത ഒരുപാട് പേരുമുണ്ട്, പറഞ്ഞവരുമുണ്ട്, പറയാത്തവരുമുണ്ട്. വറുസുലൻ ലം നഖ്സുസുഹും അലൈക്, നാം താങ്കൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. അങ്ങനെയുള്ള ഒരുപാട് പ്രവാചകന്മാർക്ക് വഹി എന്ത് ചെയ്തിട്ടുണ്ട്, അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. ഒരു മനുഷ്യൻ അള്ളാഹു വഹി കൊടുക്കുക എന്നത് അത് മുമ്പും ഇഷ്ടംപോലെ നടന്ന കാര്യമാണ് എന്ന് അള്ളാഹു സമർത്ഥിക്കുകയാണ്. പക്ഷേ നല്ല ആൾക്കാർ, സജ്ജനങ്ങൾ ഈ പറയപ്പെട്ട കാര്യങ്ങൾ അംഗീകരിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നാൽ ദുർനടപടിക്കാർ എന്ത് ചെയ്യുന്നു, ഇതിനെ ലംഘിക്കുകയും അവസാനം അവർ നരകത്തിന് അർഹരായി തീരുകയും ചെയ്യുന്നു. ഇതാണ് ആ അടുത്ത സൂറത്ത് ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നത്. അതിനുശേഷം
പിന്നെ അവസാനമായി ഈ സൂറത്തിൽ പറയുന്ന ഒരായത്താണ് യസ്തഫ്തൂന കുലില്ലാഹു യുഫ്തീക്കും ഫിൽ കലാല എന്ന് പറയുന്ന ഒരായത്ത്. ഇത് നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അനന്തരാവകാശത്തിൻ്റെ കാര്യങ്ങൾ സൂറത്തുൻ നിസായിൽ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അനന്തരാവകാശത്തിൻ്റെ മറ്റൊരു നിയമമാണ് ഇവിടെ പറയാൻ പോകുന്നത്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. എന്തായാലും അതിനകത്ത് അനന്തരാവകാശത്തിൻ്റെ പ്രത്യേക ഒരു രൂപം, മക്കളില്ലാതെ വരുമ്പോൾ ആർക്കൊക്കെയാണ് അവകാശം കിട്ടുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ കൂടുതൽ അവസാനത്തെ ആയത്തിൽ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഈ ചർച്ചകളിലൊക്കെ തന്നെ ഒരു പ്രത്യേക കാര്യമുള്ളത്, എല്ലായിടത്തും കാണും പുരുഷന് കൊടുക്കുന്നതിൻ്റെ പകുതി സ്ത്രീക്ക് കൊടുക്കുക എന്ന്, സഹോദരങ്ങളാകുന്ന സമയത്തൊക്കെ തന്നെ അവിടെ കാണാൻ നമുക്ക് ഫലിദക്കരി മിസ്ലു ഹല്ലിൽ ഉൻസയൈൻ എന്ന് പൊതുവെ വിമർശിക്കാറുണ്ട്. അതെന്താ ഇസ്ലാം പക്ഷപാതിത്വം എന്ന് കാണിക്കുന്നത്? സ്ത്രീക്ക് എന്തുകൊണ്ട് പകുതി, പുരുഷൻ എന്തുകൊണ്ട് ഫുള്ള് കൊടുക്കുന്നു? ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേക കാര്യം, ഒരു ആദർശത്തെ നമ്മൾ വിമർശിക്കുമ്പോൾ ചുരുങ്ങിയ പക്ഷം ആ ആദർശം എന്താണെന്ന് ഉൾക്കൊണ്ടിട്ട് വിമർശിക്കുമ്പോഴാണ് നമുക്ക് ആ വിമർശനത്തിന് എന്തെങ്കിലും കാതലുണ്ട് എന്ന് പറയാൻ കഴിയും. ഉദാഹരണത്തിന് ഒരു ആക്സിഡൻറ്റ്, നമ്മളൊരു നാട്ടിൽ ഒരു ആക്സിഡൻറ്റ് നടന്നെങ്കിൽ അതിനെ വിലയിരുത്തുമ്പോൾ ആ നാട്ടിലെ ട്രാഫിക് നിയമങ്ങളെങ്കിലും വെച്ചുകൊണ്ടായിരിക്കണം ആ ആക്സിഡൻറ്റ് നമ്മൾ വിലയിരുത്തേണ്ടത്. ഇപ്പം ലെഫ്റ്റ് സൈഡ് ഡ്രൈവ് ചെയ്യുന്ന രാജ്യമുണ്ട്, റൈറ്റ് സൈഡ് ഡ്രൈവ് ചെയ്യുന്ന രാജ്യവുമുണ്ട്. ലെഫ്റ്റ് സൈഡ് ഡ്രൈവ് ചെയ്യുന്ന രാജ്യത്തിൻ്റെ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടുത്തെ നിയമങ്ങളെ വെച്ചുകൊണ്ട് വേണം ആ ആക്സിഡൻറ്റിനെ വിലയിരുത്താൻ, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നൊക്കെ. അല്ലാതെ റൈറ്റ് സൈഡ് ഡ്രൈവ് ചെയ്യുന്നവരുടെ നിയമങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് മറ്റേതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, വിലയിരുത്താൻ പറ്റില്ല. എന്നതുപോലെ പരിശുദ്ധ ഖുർആനിലെ സ്ത്രീയുടെ ഉത്തരവാദിത്തം എന്താണ്, ഫൈനാൻഷ്യലായിട്ട് ഒരു സ്ത്രീക്ക് ഉള്ള റെസ്പോൺസിബിലിറ്റി എന്താണ് എന്നുള്ള കാര്യം കൃത്യമായി ഖുർആൻ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഫൈനാൻഷ്യലായിട്ട് അവർക്ക് ഒരു റെസ്പോൺസിബിലിറ്റിയും ഇല്ല. അതായത് അവരുടെ മക്കൾക്ക് അവർ ചിലവ് കൊടുക്കേണ്ടതില്ല, അവരുടെ ഭർത്താവിന് അവർ ചിലവ് കൊടുക്കേണ്ടതില്ല. ഇതെല്ലാം, ഈ റെസ്പോൺസിബിലിറ്റി എല്ലാം ഉള്ളത് പുരുഷനാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ റിജാൽ ഖവ്വാമൂന അലൻ നിസ, സ്ത്രീകളുടെ കാര്യകർത്തകൾ, അവർ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംരക്ഷണം നടത്തേണ്ടതാണ് പുരുഷൻ. അപ്പോൾ എപ്പോഴും ഒരു സ്ത്രീ, ഇസ്ലാമിലൊരു സ്ത്രീ ഒരു പുരുഷൻ്റെ സംരക്ഷണയിൽ എപ്പോഴും അവരെന്താണ്, സേഫാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സാമ്പത്തികമായ വിഷയങ്ങൾ വരുമ്പോൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉത്തരവാദിത്വം കൂടുതലാണ്. ഉദാഹരണത്തിന് ഒരു പിതാവ് തൻ്റെ ജീവിതകാലത്ത് തന്നെ തൻ്റെ മക്കൾക്ക് തൻ്റെ സ്വത്ത് ഭാഗം വെച്ച് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അതിൽ തന്നെ തൻ്റെ മൂത്ത മകന് സ്വത്തിൻ്റെ നല്ലൊരു ഭാഗം കൊടുക്കാനും ആഗ്രഹിക്കുന്നു. മറ്റുള്ള മക്കൾ അതിനെ എന്ത് ചെയ്യുന്നു, വിമർശിക്കുന്നു, എതിർക്കുന്നു. പ്രത്യക്ഷത്തിൽ വന്ന് നമ്മുടെ അടുത്ത് ആരെടുത്ത് ചോദിച്ചാലും ഈ പിതാവിൻ്റെ വിഷയത്തിൽ അദ്ദേഹം കാണിക്കുന്നത് നീതിപൂർണമായൊരു തീരുമാനമല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ ഈ കുടുംബത്തെ അടുത്തറിയുന്ന ഒരാളാണെങ്കിൽ, ഈ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ മുഴുവനും അറിയാവുന്ന ഒരാളാണെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ തീരുമാനം മറ്റൊന്നായിരിക്കും. ഉദാഹരണത്തിന് ഇദ്ദേഹം തൻ്റെ സ്വത്തിൻ്റെ വലിയൊരു ഭാഗം കൊടുക്കാൻ ആഗ്രഹിച്ചത് തൻ്റെ മകനാണെങ്കിൽ, ആ മകൻ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് തന്നെ പിതാവിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ അദ്ദേഹത്തിനോടൊപ്പം ചേരുകയും എല്ലാ ത്യാഗങ്ങളും ചെയ്യുകയും തൻ്റെ താഴെയുള്ള മക്കളെ അവരെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നതിന് ഈ ബിസിനസ്സിൽ നിന്ന് തന്നെ വലിയ ഒരു തുക ചെലവഴിക്കുകയും അതുപോലെ തന്നെ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വലിയൊരു തുക ചെലവഴിക്കുകയും അവരെല്ലാം ജീവിതത്തിൽ സെറ്റിലാകുകയും ചെയ്തൊരു സാഹചര്യം, തൻ്റെ ഈ മൂത്ത മകൻ വാപ്പാടെ അല്ലെങ്കിൽ പിതാവിൻ്റെ ബിസിനസ്സിൽ കൂടെ നിന്നത് കാരണം അദ്ദേഹത്തിൻ്റെ പഠിത്തം മുന്നോട്ട് പോയില്ല, അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വലിയ സെറ്റിലാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇത് അറിയാവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അതിനെ വിമർശിക്കില്ല. ഇത്ര മാത്രമേ ഉള്ളൂ. ഇസ്ലാമിൻ്റെ മുഴുവൻ കാര്യങ്ങൾ, അതായത് ഇസ്ലാമിൻ്റെ സാമ്പത്തിക റെസ്പോൺസിബിലിറ്റിയുടെ വിഷയത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയുണ്ട് എങ്കിൽ പിന്നെ ഈ സ്ത്രീകൾക്ക് പകുതിയും പുരുഷന്മാർക്ക് ആ സ്ത്രീകൾക്ക് കൊടുക്കുന്നതിൻ്റെ ഇരട്ടിയും കൊടുക്കുന്നതിൻ്റെ യുക്തി നമ്മൾ പിന്നെ അന്വേഷിച്ചു പോകേണ്ട കാര്യം ഉണ്ടാകില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നില്ല. അടുത്തത് ഈ ജുസുവിലെ അടുത്ത സൂറത്താണ് സൂറത്തുൽ മാഇദ. സൂറത്തുൽ മാഇദ 120 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. അത് അടുത്ത ജുസുവിലേക്കും കടക്കുന്നുണ്ട്. ഈ സൂറത്തിൽ തന്നെ 114 ആയത്തിൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട ഒരു സംഭവമുണ്ട്. അതിൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അനുയായികൾ
അദ്ദേഹത്തോട് ആകാശഭാഗത്ത് നിന്ന് ഒരു സുപ്ര, ഒരു ഭക്ഷണത്തളിക ഇറക്കിത്തരാൻ വേണ്ടി, ഒരു മുഅ്ജിസത്ത് കാണിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അപ്പം അദ്ദേഹം അവരോട് നിങ്ങൾക്ക് വിശ്വാസമില്ലേ എന്ന് ചോദിക്കുകയും ശേഷം അവർ ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടാൻ വേണ്ടിയാണെന്ന് പറയുകയും ദുആ ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു സന്ദർഭമുണ്ട്. അപ്പോൾ ആ സന്ദർഭത്തിൽ ആ വാക്കിൻ്റെ ഈ സുപ്രാത്ത അല്ലെങ്കിൽ ഈ ഭക്ഷണത്തളിയേക്കാണ് ഈ മാഇദ എന്ന് പറയുന്നത്. അപ്പോൾ ആ പേരാണ് ഈ സൂറത്തിന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സൂറത്തുൽ മാഇദ എന്നിതിന് പറയുന്നത്. ഈ സൂറത്തിൻ്റെ പ്രത്യേകത, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇത് ഇറങ്ങുന്നത്. പ്രത്യേകിച്ച് ഇതിന് ചില പശ്ചാത്തലം പരിശോധിച്ച് നോക്കുമ്പോൾ സുലഹ് ഹുദൈബിയ സന്ധി, അതായത് ഹിജ്റ 6-ാം വർഷം, അതുപോലെ തന്നെ ഫതഹ് മക്ക ഹിജ്റ 8-ാം വർഷം, അതുപോലെ തന്നെ ഹജ്ജത്തുൽ വിദാ ഹിജ്റ 10-ാം വർഷം, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലും ഈ ഒരു പശ്ചാത്തലത്തിലൊക്കെ ഈ സൂറത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിലെ പല ആയത്തുകളും ഇറങ്ങിയിട്ടുള്ളതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടമാണ്. ഈ ഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഏകദേശം എല്ലാ അറബ് പ്രദേശങ്ങളിലെല്ലാം തന്നെ വ്യാപിച്ചിരുന്നു. ഇസ്ലാമിൻ്റെ ശത്രുക്കളെല്ലാം അവസാനം പരാജയപ്പെട്ടൊരു സാഹചര്യമാണ് ലാസ്റ്റ് ഘട്ടം എന്നുള്ളത്. ഇനി ഇസ്ലാമിൻ്റെ വളർച്ചയെ നമുക്ക് തടുക്കാൻ കഴിയില്ല എന്ന് ശത്രുക്കൾക്ക് പോലും പൂർണ്ണമായും ബോധ്യപ്പെട്ട ഒരു പ്രത്യേക സാഹചര്യമാണ് ഈ അവസാന സമയം. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതലും ചർച്ച ചെയ്യുന്നത് മുസ്ലിമീങ്ങളുടെ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക വിഷയങ്ങളാണ് കൂടുതലായിട്ടും ഈ സൂറത്തിൽ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. കാരണം മദീനയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഇസ്ലാമിക ഭരണം നിലവിൽ വരികയാണ്. അപ്പോൾ ആ ഇസ്ലാമിക ഭരണവുമായി ബന്ധപ്പെട്ട അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം, ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യും. അതുപോലെ തന്നെ സാമ്പത്തികം, സാമൂഹിക വിഷയങ്ങളൊക്കെ ഇതിനകത്ത് എന്ത് ചെയ്യും, ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായി ഈ സൂറത്തിൽ തുടങ്ങുന്നത് തന്നെ കരാറുകൾ പൂർത്തിയാക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ആഹ്വാനമാണ്. കരാറുകൾ കൃത്യമായി പൂർത്തിയാക്കണം. അത് അള്ളാഹുവിനോടുള്ള കരാറുകളാണെങ്കിലും സൃഷ്ടികളോടുള്ള കരാറുകളാണെങ്കിലും അത് കൃത്യമായി പൂർത്തിയാക്കാനുള്ള ആഹ്വാനം. അതുപോലെ തന്നെ ശത്രുക്കളോടാണെങ്കിൽ പോലും നീതി പുലർത്തുന്ന വിഷയം. നീതി നമ്മൾ പൂർണ്ണമായും, അത് ശത്രുക്കളുടെ ഭാഗത്ത് നിന്നാണ് നമുക്ക് എന്തെങ്കിലും സംഭവിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുന്നെങ്കിലും എവിടെയും നമ്മൾ നീതിയിലായിരിക്കണം അടിയുറച്ച് നിൽക്കേണ്ടത്. നീതി നമ്മൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം. പിന്നെ അതിനുശേഷം ഹലാല് ഹറാമായ കാര്യങ്ങൾ, എന്തൊക്കെ നമുക്ക് ഹലാലാണ്, എന്തൊക്കെ ഹറാമാണ്, ഭക്ഷണ കാര്യങ്ങളിൽ ഹലാല് ഹറാമായ വസ്തുക്കൾ, പ്രത്യേകിച്ച് മൃഗങ്ങളിൽ. അപ്പോൾ അതിൽ ഒന്നാമത്തത് ഹുരിമത്ത് അലൈക്കുമുൽ മൈത്തത്തു വദ്ദമു വലഹ്മുൽ ഖിൻസീർ വമാ ഉഹില്ല എന്ന് തുടങ്ങുന്ന ആയത്തിലൂടെ അള്ളാഹു ശവവും അതുപോലെ തന്നെ ഒഴുകുന്ന രക്തവും അതുപോലെ തന്നെ പന്നിയുടെ മാംസവും ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ നാമത്തിൽ അറുക്കാത്ത മൃഗങ്ങളെ ഭക്ഷിക്കാൻ പാടില്ല. അറുത്താൽ മാത്രം പോരാ, അള്ളാഹുവിൻ്റെ നാമത്തിൽ തന്നെ അറുക്കണം. വിഗ്രഹങ്ങളുടെ നാമങ്ങളിൽ അറുത്ത് കഴിഞ്ഞാൽ പോലും ആ ഭക്ഷണങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഭക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള വിഷയം. പിന്നെ ഈ സൂറത്തിലെ ഒരു പ്രധാന ആയത്താണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി എന്ന ഒരു ആയത്ത്. ഈ ആയത്തിനെ സംബന്ധിച്ച് ഒരു ജൂതൻ പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായിരുന്നു, ഞങ്ങളുടെ മതത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയിരുന്നെങ്കിൽ ആ ആയത്ത് ഇറങ്ങിയ ദിവസം ഞങ്ങൾ പെരുന്നാളാക്കുമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് ഇറങ്ങിയ ദിവസവും ഇത് ഇറങ്ങിയ സമയവും ഇത് ഇറങ്ങിയ മാസവും എല്ലാം കൃത്യമായി ഞങ്ങൾക്കറിയാം. കാരണം ഇറങ്ങിയത് തന്നെ ഒരു പെരുന്നാളിൻ്റെ ദിവസമാണ്. അതായത് നമുക്ക് അറഫ ദിവസമാണ് ഈ പരിശുദ്ധമായ ഈ ആയത്ത് ഇറങ്ങുന്നത്. അന്ന് വെള്ളിയാഴ്ചയുമായിരുന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് ചെയ്ത ആ ഹജ്ജത്തുൽ വദായിലെ വെള്ളിയാഴ്ച ദിവസം, അറഫ ദിവസമാണ് എന്ത് ചെയ്തത്, ഈ ആയത്ത് ഇറങ്ങിയത്. അതുകൊണ്ട് എന്നുകൊണ്ടും പെരുന്നാളായിട്ട് തന്നെയാണ് നമുക്ക് ഈ ആയത്ത് ഇറങ്ങിയത്. കാരണം ശരീഅത്തിൻ്റെ നിയമങ്ങളെല്ലാം പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്നുള്ള വിഷയമാണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹു പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്നുള്ള വിഷയമാണ് ഈ ആയത്തിലൂടെ പരാമർശിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് മൃഗവേട്ടയെ സംബന്ധിച്ച് അതിൻ്റെ നിയമങ്ങൾ ചെറിയ രൂപത്തിൽ ഹദീസുകളിലൂടെയാണ് അതിൻ്റെ കൂടുതൽ വിശദീകരണം നമുക്ക് കാണാൻ കഴിയുന്നത്. മൃഗവേട്ട അനുവദനീയമാണ്. അത് എങ്ങനെയൊക്കെ ചെയ്യാം, അമ്പെയ്ത്തിലൂടെ അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ച മൃഗങ്ങളെ അയച്ചുകൊണ്ട് മൃഗവേട്ട ചെയ്യുന്നത് അനുവദനീയമാണ് എന്നുള്ള വിഷയമാണ് അടുത്ത ആയത്തിലൂടെ ഉള്ളത്. പിന്നെ ഒരു സുപ്രധാന വിഷയമുള്ളത് അഹ്ലു കിതാബിൻ്റെ ഭക്ഷണം നമുക്ക് കഴിക്കാം എന്നുള്ളൊരു ചർച്ച. ഭക്ഷണം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന അവർ അറുത്ത മൃഗങ്ങളെ കഴിക്കാമെന്നാണ്.
അറുത്ത മൃഗങ്ങളെ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അള്ളാഹുവിൻ്റെ നാമത്തിൽ അറുത്ത മൃഗങ്ങളെ നമുക്ക് കഴിക്കാമെന്നാണ്. അപ്പോൾ അതിൻ്റേതായ നിബന്ധനകളുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ അഹ്ലെ കിതാബ് അങ്ങനെ ഒന്നും അറുക്കുന്നില്ല, അള്ളാഹുവിൻ്റെ നാമത്തിൽ മൃഗങ്ങളെ അറുക്കുന്നില്ല. അതുകൊണ്ട് ഉലമാക്കൾ പറയുന്നുണ്ട് ഇന്നത്തെ അഹ്ലെ കിതാബിൻ്റെ ഭക്ഷണം നമ്മൾ കഴിക്കരുത് എന്ന് പറയുന്നുണ്ട്. കാരണം അഹ്ലെ കിതാബ് അന്ന് കൊണ്ടായിരുന്ന അഹ്ലെ കിതാബുകൾ അള്ളാഹുവിൻ്റെ നാമത്തിലാണ് അറുത്തിരുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ അറുക്കുക എന്നത് നിബന്ധന. കാരണം മുസ്ലിമീങ്ങളാണെങ്കിൽ പോലും അള്ളാഹിൻ്റെ നാമത്തിൽ അറുത്താലേ നമുക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ മറ്റുള്ളവർ അള്ളാഹിൻ്റെ നാമത്തിൽ അറുക്കാതെ നമുക്ക് എങ്ങനെ കഴിക്കാൻ പറ്റും? അപ്പോൾ അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അള്ളാഹുവിൻ്റെ നാമത്തിൽ അറുക്കുകയാണ് എങ്കിൽ അഹ്ലെ കിതാബിൻ്റെ മാംസം ഭക്ഷിക്കാം എന്നുള്ളതാണ് അടുത്ത ആയത്തിലൂടെ അള്ളാഹു പറയുന്നത്. പിന്നെ നമസ്കാരത്തിൽ ഒളൂവിനെ കുറിച്ചും, ഇനി ഒരു മനുഷ്യന് ഒളൂ ചെയ്യാൻ വെള്ളം കിട്ടുന്നില്ല, അല്ലെങ്കിൽ വെള്ളമുണ്ട് പക്ഷെ ശാരീരികമായിട്ട് ഒളൂ ചെയ്യാൻ ആ വെള്ളം ഉപയോഗിക്കാൻ കഴിയുന്നില്ല, മുറിവുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അപകടം വന്നു, കൈ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ തയമ്മും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തയമ്മും ഒളൂവും അതിനുശേഷം തുടരെ തന്നെ തയമ്മുമിൻ്റെയും നിയമമാണ് അടുത്തതായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പരാമർശിക്കുന്നത്. പിന്നെയുള്ള ആയത്തുകളിലൂടെ യഹൂദി നസാറാക്കളുടെ വിഷയമാണ്. അവരെ സംബന്ധിച്ച് അവർ കരാറുകൾ ലംഘിച്ചതുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ അവരുടെ വഴികേടുകളും. അതിനുശേഷം ആദ്യം യഹൂദികളെ പരാമർശിക്കുന്നു, പിന്നെ ഒമിനല്ലദീന ഖാലു ഇന്ന നസാറ എന്ന് പറഞ്ഞുകൊണ്ട് നസാറാക്കളുടെ വഴികേടുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. നസാറാക്കളും ഇതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ അവർ തഹരീഫ് നടത്തി, അവരുടെ ഗ്രന്ഥങ്ങളിൽ പോലും കൈകടത്തലുകൾ നടത്തി, അങ്ങനെ അവർ വഴികേടിലായി എന്നാണ് ഈ ഭാഗങ്ങളിലായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ചുള്ള അവരുടെ തെറ്റായ വിശ്വാസം. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹു ഈസാ അലൈഹിസ്സലാമാണ്. അതുപോലെ തന്നെ സാലിസു സലാസത്തിൻ, അതായത് ത്രിയേകത്വം എന്ന് പറയുന്ന അവരുടെ വിശ്വാസം. ഈസാ അലൈഹിസ്സലാം പിതാവുമാണ്, പുത്രനുമാണ്, പരിശുദ്ധാത്മാവുമാണ് ഒരേ സമയത്ത്. അപ്പം ഇതിനെ സംബന്ധിച്ച് ഇതിൻ്റെ വിശദീകരണത്തിൽ അവർ പോലും ആശയക്കുഴപ്പത്തിലാണ്. ഇതെങ്ങനെയാണ് സെറ്റാകുന്നത്? ഒരാൾ മൂന്നാണ്, മൂന്ന് ഒന്നാണ് എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് എന്ന് അവർ പോലും ആശയക്കുഴപ്പത്തിലാണ്. അപ്പോൾ ആ കാര്യങ്ങളാണ് അടുത്ത ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ വഴികേടലാകാനുണ്ടായ കാര്യങ്ങളെയാണ് അടുത്ത ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കുന്നത്. അതുപോലെ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അനുസരിക്കാത്തവരുടെ രംഗം, ബൈത്തുൽ മുഖദ്ദസിലേക്ക് പ്രവേശിക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെ അവർ കടക്കൂല, അവിടെ വലിയ ശത്രുക്കളും ശക്തരായ ആൾക്കാരുണ്ട്, അമാലിക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ യുദ്ധം ചെയ്യില്ല, നീയും നിൻ്റെ റബ്ബും പോയി യുദ്ധം ചെയ്ത് അവിടെ എല്ലാം സെറ്റാക്കിയിട്ട് ഞങ്ങളെ വിളി, അപ്പോൾ ഞങ്ങൾ വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കൽപ്പനയെ ലംഘിച്ചതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെയാണ്. അതിനുശേഷം ഇതിനകത്ത് 9ാമത്തെ റുക്കുവിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ 2 മക്കൾ ഖാബീൽ ഹാബീലുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളാണ്. അപ്പോൾ അതിൽ ഖാബീൽ ഹാബീൽ ഇതിലൊരാൾക്ക് മറ്റൊരാളോട് അസൂയ ഉണ്ടാകുന്നു. കാരണം ഒരേ സമയത്ത് ജനിച്ച 2 പേര് പരസ്പരം വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശരീഅത്തിലെ നിയമം. അപ്പോൾ ആ നിയമം അനുസരിച്ചാണെങ്കിൽ ഖാബീലിന് ഒരിക്കലും ഖാബീലിൻ്റെ കൂടെ ജനിച്ച സഹോദരി വിവാഹം കഴിക്കാൻ കഴിയില്ല. ഹാബീലിൻ്റെ കൂടെ ജനിച്ച സഹോദരി വിവാഹം കഴിക്കാൻ പാടുള്ളൂ. എല്ലാം ഇരട്ടകളായിട്ടാണ് ജനിക്കുന്നത്. പക്ഷേ ഇവിടെ തർക്കിക്കുകയും അങ്ങനെ ഹാബീലുമായിട്ട് ഹാബീൽ എന്ത് ചെയ്യും, ഹാബീലും തമ്മിൽ നേർച്ച വെക്കും. എന്നിട്ട് ആരുടെ നേർച്ചയാണോ സ്വീകരിക്കുന്നത് അതനുസരിച്ച് നമുക്ക് അമൽ ചെയ്യാമെന്ന് പറയും. അങ്ങനെ ഹാബീലിൻ്റെ നേർച്ച, അദ്ദേഹം ഒരു മൃഗത്തെ അറുത്ത് നേർച്ച വെക്കുകയും ആ നേർച്ച അള്ളാഹു സ്വീകരിക്കുകയും മറ്റേ അദ്ദേഹം കുറേ ഭക്ഷ്യവസ്തുക്കളൊക്കെ പ്രത്യേകിച്ച് വെജിറ്റബിൾ കുറേ ധാന്യങ്ങളുമൊക്കെ ആയിട്ടാണ് അദ്ദേഹം നേർച്ച വെക്കുന്നത്, അത് സ്വീകരിക്കാതിരിക്കുകയൊക്കെ ചെയ്യുകയും അദ്ദേഹത്തോട് അസൂയ ഉണ്ടായി അങ്ങനെ ഖാബീൽ ഹാബീലിനെ വധിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട ആ സംഭവങ്ങളാണ് അടുത്ത ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നത്. അതിനുശേഷം പിന്നെ കൊള്ളക്കാരും അതിക്രമികളും ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ജനങ്ങളുടെ സ്വൈര ജീവിതം തടുക്കുകയും ചെയ്യുന്ന ആൾക്കാർക്കുള്ള ശിക്ഷാ നടപടികൾ എന്തായിരിക്കണം? കാരണം ഇതൊരു ഇസ്ലാമിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇറങ്ങിയ ആയത്താണ്. അപ്പം നമുക്കറിയാം, ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ശിക്ഷാ നടപടികൾ ആ രാജ്യം സ്വീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കൊള്ളക്കാരും അതുപോലെ തന്നെ ജനങ്ങളുടെ സ്വൈര ജീവിതം തകർക്കുന്ന ആൾക്കാർക്കുമുള്ള ശിക്ഷാ നടപടികൾ, കർശനമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അവരെ കൊല്ലുക, അവരെ ക്രൂശിക്കുക, അല്ലെങ്കിൽ അവരുടെ കയ്യും കാലും പരസ്പരം ഓപ്പോസിറ്റായി വെട്ടി
വെട്ടുക തുടങ്ങിയ കർശനമായ ശിക്ഷാ നടപടികളാണ് ഈ ജനങ്ങളുടെ സ്വൈര്യ ജീവിതം തകർക്കുന്ന കൊള്ളക്കാരെ സംബന്ധിച്ചുള്ള ഇറങ്ങിയ ആയത്തുകളിൽ പരാമർശിക്കുന്നത്. അതിനുശേഷം മോഷണത്തിൻ്റെ ശിക്ഷയാണ്. ഇതും നമ്മൾ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മോഷ്ടിച്ചു കഴിഞ്ഞാൽ കൈവെട്ടുക എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അടുത്ത ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നത്. പിന്നെ അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ജൂതന്മാരുടെ വിമർശനം. അതായത് നിങ്ങളുടെ പ്രവാചകൻ സത്യപ്രവാചകനായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ മതത്തിലുള്ള പല നിയമങ്ങളെയും മാറ്റൂലായിരുന്നല്ലോ, ഞങ്ങളുടെ മതത്തിലുള്ള നിയമങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ മാറ്റിമറിക്കുന്നത് എന്നുള്ള വിമർശനത്തിനുള്ള മറുപടി ലിക്കുല്ലിൻ ജഅൽനാ ശിർഅത്തൻ വ മിൻഹാജ, ഓരോരുത്തർക്കും ഓരോ പ്രവാചകന്മാർക്ക് നമ്മൾ കൃത്യമായ വ്യത്യസ്തമായ നിയമങ്ങളൊക്കെ നമ്മൾ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു പ്രവാചകൻ സത്യമാണ് എന്നതിൻ്റെ തെളിവും മുമ്പുള്ള പ്രവാചകൻ്റെ നിയമങ്ങളെല്ലാം ഈ പ്രവാചകൻ കൊണ്ടുവരണമെന്നില്ല. ഓരോ പ്രവാചകന്മാർക്കും കാലഘട്ടത്തിൻ്റെയൊക്കെ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് വ്യത്യസ്ത നിയമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നതാണ് എന്ന് പറയുന്ന വിഷയവും. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ജൂതന്മാരുടെ വിഷയങ്ങൾ തന്നെയാണ് വീണ്ടും തുടരുന്നത്. സിനയും ഖിസാസുമായി ബന്ധപ്പെട്ട അതിൻ്റെ നിയമങ്ങളും തൗറാത്തിലുണ്ടായിരുന്ന നിയമങ്ങളെ പരിശുദ്ധ ഖുർആൻ എടുത്ത് കൃത്യമായി അവരുടെ മുന്നിൽ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തുറന്നു കാണിക്കുന്നു. അതിലൊന്നാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, അവരുടെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ജൂതന്മാരുടെ ഇടയിൽ ഒരു വ്യഭിചാരക്കുറ്റം നടക്കുകയും അങ്ങനെ ആ വ്യഭിചാരത്തിനുള്ള ശിക്ഷ, തൗറാത്തിൽ ഉള്ള ശിക്ഷ എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനിലുള്ള ശിക്ഷ തന്നെയായിരുന്നു, എറിഞ്ഞു കൊല്ലുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇവർ ഈ തൗറാത്തിലെ നിയമത്തെ മാറ്റിമറിക്കുകയും അവരിൽ സാധാരണക്കാരും പാവങ്ങളുമൊക്കെ ഇത് ചെയ്തു കഴിഞ്ഞാൽ അവരെ എറിഞ്ഞു കൊല്ലും, സമ്പന്നരും വലിയ കുടുംബക്കാരൊക്കെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ മുഖം കറുപ്പിക്കുകയും ചാട്ടവാറ് കൊണ്ട് അടിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ശിക്ഷ വളരെ ലഘുവാക്കുന്ന ഒരു രീതിയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ ഘട്ടം ഘട്ടമായിട്ട് സാധാരണക്കാർക്ക് പോലും ഈ എറിഞ്ഞു കൊല്ലുന്ന നിയമം എടുത്തു കളയുകയും മൊത്തത്തിൽ ആ എറിഞ്ഞു കൊല്ലുന്ന നിയമം എടുത്തു കളഞ്ഞ് ഈ മുഖം കറുപ്പിക്കുന്ന നിയമം മാത്രം അവരുടെ ഇടയിൽ ബാക്കിയാകുകയും ഒക്കെ ഉണ്ടായി. ഈ സന്ദർഭത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരുടെ അടുക്കൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഉണ്ടാകുമ്പോൾ അവിടെ ചാട്ടവാറും അടിക്കണം, മുഖവും കറുപ്പിക്കണം. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പോയിട്ട് ഇതിൻ്റെ വിധി തേടുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇളവ് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന വിചാരത്തിൽ ഇവർ ചില മുനാഫിക്കീങ്ങളെ സ്വാധീനിക്കുകയും പ്രവാചകനോട് പോയിട്ട് നിങ്ങൾ ഇതിൻ്റെ നിയമം ചോദിക്കുക, അപ്പോൾ ആ നിയമത്തിൽ എന്തെങ്കിലുമൊക്കെ ഇളവ് കാണും എന്ന് അയക്കുകയും ചെയ്യുന്ന ഒരു രംഗമാണ്. അപ്പോൾ അവിടെ വെച്ച് തന്നെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ഗ്രന്ഥം വെച്ച് തന്നെ വിധിക്കാൻ തീരുമാനിക്കുകയും തൗറാത്ത് കൊണ്ടുവരാൻ പറയുകയും തൗറാത്തിൽ ഈ നിയമം എന്താണ് എന്ന് ചോദിക്കുകയും ആദ്യം അവർ ഉരുണ്ട് കളിക്കുകയും അവസാനം ബഹുമാനപ്പെട്ട തൗറാത്തിൻ്റെ തന്നെ പണ്ഡിതനായ അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പ്രത്യക്ഷത്തിൽ വെച്ച് തന്നെ ഈ നിയമം കൃത്യമായി അവരുടെ മുന്നിൽ ഉണർത്തുകയും എറിഞ്ഞു കൊല്ലൽ തന്നെയാണ് നിയമം എന്ന് പറയുകയും ചെയ്യുന്ന ആ രംഗമാണ് പിന്നെയുള്ള ആയത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഖിസാസുമായി ബന്ധപ്പെട്ടും ഇവരുടെ ഇടയിൽ ഇങ്ങനെ തൗറാത്തിൻ്റെ നിയമങ്ങളെ മാറ്റിമറിച്ച സംഭവമുണ്ട്. ഇവരിലെ പ്രധാനപ്പെട്ട രണ്ട് ഗോത്രം, ഒന്ന് ബനു നദീർ, പിന്നൊന്ന് ബനു ഖുറൈള. ഇവർ രണ്ടുപേരും ജൂതന്മാരാണ്, ജൂതഗോത്രക്കാരാണ്. ഇപ്പോൾ പരസ്പരം ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയിലാണ്. എന്നാലും നബിതങ്ങളുടെ ശത്രുതയിൽ ഇവർക്ക് യാതൊരു രീതിയിലുള്ള കുറവുമില്ല. എങ്ങനെയെല്ലാം നബിതങ്ങളെയും സഹാബാത്തിനെയും ഉപദ്രവിക്കാമോ അതിന് ഒരു അവസരവും ഈ രണ്ട് ഗോത്രക്കാരും പാഴാക്കാറില്ലായിരുന്നു. പക്ഷെ ഇവരുടെ ഇടയിൽ എപ്പോഴും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അൻസാരികളിൽ നബിതങ്ങൾ വരുന്നതിന് മുമ്പ് ഔസ് ഹസ്രജ് എന്ന് കുറഞ്ഞ ഗോത്രക്കാരിൽ ഉള്ളതുപോലെ തന്നെ ഈ പറയപ്പെട്ട ബനു നളീർ, ബനു ഖുറൈളയിലുള്ള പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ അതിൽപ്പെട്ടതാണ് ഈ ഖിസാസുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള മക്കാ മുശ്രിക്കീങ്ങളിലുണ്ടായിരുന്ന ആ പ്രശ്നം ഈ നാട്ടുകാരുടെ ഇടയിലുമുണ്ട്. ഉയർന്ന ആൾക്കാരെ കൊന്നു കഴിഞ്ഞാൽ തിരിച്ച് കൊല്ലാതിരിക്കുക. ഒരു ഉയർന്ന കുടുംബത്തിലുള്ള ഒരാളാണ് കൊന്നിട്ടുള്ളത് എങ്കിൽ അപ്പോൾ തിരിച്ച് അയാളെ കൊല്ലാതെ എന്തെങ്കിലുമൊക്കെ ദിയത്തും കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്ത് അതെങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യുക. തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് സംഭവിച്ചതെങ്കിൽ അദ്ദേഹത്തെ കൊല്ലുകയും എന്നിട്ട് ദിയത്ത് വാങ്ങുകയും ചെയ്യുക. തിരിച്ചു വധിക്കുകയും ചെയ്യും, എന്നിട്ട് ദിയത്തും കൂടെ വാങ്ങും. ഇത് രണ്ടും കൂടെ ചെയ്യും. ബ്ലഡ് മണിയും വാങ്ങും, പകരം കൊല്ലുകയും ചെയ്യും. ഇങ്ങനെയുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ അവരുടെ ഇടയിലുണ്ടായിരുന്നു. അപ്പം അത് തൗറാത്തിലില്ല, തൗറാത്തിൽ അങ്ങനെയുള്ള നിയമമില്ല, ഇവർ കൈകടത്തിയതാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സമർത്ഥിക്കുകയാണ്. തൗറാത്തിലുള്ളത്
ഇന്ന നഫ്സ ബിൻ നഫ്സി വല്ലൈന ബിലൈനി എന്ന് തുടങ്ങുന്ന ആ ആയത്ത് തൗറാത്തിൽ അതാണുള്ളത്. ഒരാളുടെ കണ്ണിന് പകരം മറ്റേ കണ്ണ് പൊട്ടിച്ച ആളുടെ കണ്ണ് തിരിച്ചു പൊട്ടിക്കും, പല്ല് പൊട്ടിച്ച ആളുടെ പല്ല് തിരിച്ചു പൊട്ടിക്കും, കൈ വെട്ടിയ ആളുടെ കൈ തിരിച്ചു വെട്ടും. ഇതാണ് ഖിസാസിൻ്റെ നിയമം. അതല്ലാതെ സ്ഥാനവും കുടുംബമഹിമയും നോക്കിക്കൊണ്ട് ഈ ഖിസാസിനകത്ത് അതിൻ്റെ പ്രതികാരം ചെയ്യുമ്പോൾ കൂടുകയോ കുറയുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ആയത്താണ് അടുത്തതായിട്ടുള്ളത്. അത് കഴിഞ്ഞ് വളരെ സുപ്രധാനമായ ഒരു വിഷയം ഈ ജുസുവിൻ്റെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലതജിദന്ന അശ്ശദ്ദന്നാസി അദാവത്തൻ ലില്ലദീന ആമനു എന്ന് തുടങ്ങുന്ന ആയത്തിലൂടെ മുഅ്മിനീങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ എപ്പോഴും അത് മുശ്രിക്കീങ്ങളും ജൂതന്മാരുമായിരിക്കും എന്നുള്ളതാണ്. മുശ്രിക്കീങ്ങളും ജൂതന്മാരുമാണ് മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ. നസാറാക്കൾക്ക് മുസ്ലിമീങ്ങളോട് അത്ര ശത്രുതയൊന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങളോട് സ്നേഹമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, മുശ്രിക്കീങ്ങളെയും ജൂതന്മാരും എപ്പോഴും ഇവർക്ക് സത്യം ബോധ്യപ്പെട്ടിട്ടും നബിതങ്ങളുടേതോടുള്ള ആ ശത്രുത ജൂതന്മാരെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു മഗ്ലൂബ് അലൈഹിമാണ്. അവർക്കാർക്ക് അറിയാം കാര്യങ്ങളെല്ലാം, എന്നിട്ടും അവരുടെ ആ ശത്രുത, പ്രവാചകനോടുള്ള അമർഷം, ഇതാണ് അവരെ പരിശുദ്ധ ദീനിലേക്ക് വരാൻ അവരെന്ത് ചെയ്തത്, തടഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ശത്രുത ഭയങ്കരമാണ് മുസ്ലിമീങ്ങളോട്. പക്ഷേ നസാറാക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നസാറാക്കൾ യഥാർത്ഥ ക്രൈസ്തവർ, അതായത് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അനുയായികൾ എന്ന് പറയുന്ന യഥാർത്ഥ ക്രൈസ്തവർക്ക് മുസ്ലിമീങ്ങളോട് ആ ശത്രുതയില്ല. ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ മുന്നിലുള്ള ഇപ്പോൾ ഉദാഹരണത്തിന് വിദേശ രാജ്യങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇന്ന് ആ യഥാർത്ഥ ക്രൈസ്തവരെ നമുക്ക് കാണാൻ കഴിയില്ല. അതേസമയം നമ്മുടെ നാടുകളിൽ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ കഴിയും. അപ്പോൾ അവർക്ക് മുസ്ലിമീങ്ങളോട് ആ ശത്രുത കുറവാണ്, അവർക്ക് സ്നേഹമാണ്. മറ്റവർക്കാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ശത്രുവായിട്ട് നിങ്ങൾക്ക് കാണുന്നത് ഈ ജൂതന്മാരെയും മുശ്രിക്കീങ്ങളെയുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഈ ജുസു ഇവിടെ ആ ഒരു വിഷയമാണ് അവസാനമായി പറഞ്ഞുകൊണ്ട് ഈ ജുസു ഇവിടെ അവസാനിക്കുകയാണ്. വാഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.